എല്ലാ ദിവസവും ഈ അലാറം അടിച്ചാലും ബെഡിൽ നിന്ന് എണീക്കാൻ മടി പിടിക്കുന്ന ഞാൻ ഇന്ന് വലിയ മടിയില്ലാതെ എണീക്കുവാണ്. അതിനൊരു സ്പെഷ്യൽ കാരണമുണ്ട്. 2 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ വർഷം എന്തൊക്കെയോ റീസൺസ്, വീട് മാറുന്നതോ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റിയില്ലേ. ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകുന്ന 2ാമത്തെ ട്രിപ്പാണ്. അത് കാരണം ആദ്യം ഒന്നിച്ചു പോയാൽ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിലും നാട്ടിൽ പോകുന്നതിൻ്റെ ആ സന്തോഷമുണ്ട്. നമുക്ക് ടപ്പേന്നൊന്ന് റെഡി ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് പെൻഡിങ് ഉള്ളതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാവേ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻസ്. ഇപ്പോൾ കുറച്ചധികം പ്ലാൻസ് ഉള്ളത് കാരണം വേറെ ഒരാളുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത് കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പിള്ളേരോട് വന്ന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 മീനും കൂടി ഉണ്ടായിരുന്നു. എന്തോ നമ്മൾ ഈ പോവാൻ നിൽക്കുന്ന ആഴ്ചയിൽ അത് രണ്ടും അങ്ങ് ചത്തു. അത് കാരണം അതിനെ വേറെ എവിടെയും കൊണ്ട് ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലും എല്ലാം ഒന്നുകൂടെ റീചെക്ക് ഒക്കെ ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് സ്നിഗിൽ വിളിച്ചു. പാസ്പോർട്ടും മറ്റ് ട്രാവൽ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോന്ന് വീണ്ടും വെരിഫൈ ചെയ്തു. ലൈറ്റ്സും ഗ്യാസും എല്ലാം ഓഫ് ചെയ്തോന്ന് വീണ്ടും റീചെക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങളിപ്പോൾ 2 ആഴ്ചത്തെ ലീവിനാണ് നാട്ടിൽ പോകുന്നത്. എന്നാലും എന്തൊക്കെയോ മിസ് ചെയ്തോ, എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്നുള്ള ടെൻഷനാണ്. ഇതിപ്പോൾ നമ്മുടെ വീടാണല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ഒരു ചെറിയ സങ്കടമുണ്ട്. ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്നിഗിലും ഐഷുവാണ് വന്നിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 40-50 മിനിറ്റ് ഉണ്ട് എയർപോർട്ടിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോവാം, അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ടോ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമേ. ടാക്സി കുറച്ച് എക്സ്പെൻസീവ് ആണ്. ട്രെയിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറി കയറേണ്ടിയൊക്കെ വരും. പക്ഷെ സ്നിഗിലിനെ പോലെയുള്ള ഫ്രണ്ടൊക്കെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ വേറൊരു ഓപ്ഷൻ നോക്കേണ്ടത്. സ്നിഗിലിന് ശരിക്കും നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നേ. അവൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പം 6:30 ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. 8 മണി വരെ വർക്ക് ഉണ്ടായിരുന്ന അവൻ 5 മണി വരെ വർക്ക് ചെയ്തിട്ട് ബാക്കി ലീവ് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉള്ളപ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കണ്ടല്ലോ. ഇങ്ങനെയുള്ളവർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പോകുമ്പോഴും നമുക്ക് കുറച്ച് സങ്കടം വരുന്നത്. കാരണം ഇവരും നമ്മുടെ ഫാമിലിയാണല്ലോ. എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ സെൽഫ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ റോയ്സിൻ്റെ പാസ്പോർട്ടിന് അതാണ് ഇവിടുത്തെ മെയിൻ വില്ല്. എൻ്റെ പേര് സജന ജോയി എന്നാണ്. അപ്പോൾ സർനെയിമായിട്ട് ഞാൻ ജോയി എന്നും ഗിവൺ നെയിമായിട്ട് സജന എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ റോയ്സ് ഉണ്ടല്ലോ, സർനെയിമിൻ്റെ ഭാഗം ബ്ലാങ്ക് ആക്കി വിട്ടിട്ട് ഗിവൺ നെയിമിൻ്റെ അത് റോയ്സ് ജോർജ് എന്ന് കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ മൊത്തം പ്രശ്നങ്ങളും ഉണ്ടായത്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റാഫ് ഉള്ളത് കൊണ്ട് വളരെ ഉപകാരമായി. അങ്ങനെ ആ പേരിന്റെ പ്രശ്നമൊക്കെ തീർത്ത് ഞങ്ങൾ ഇതാ ബാഗേജ് കയറ്റി വിടുവാണ്. ലഗേജ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് അതും വലിയ കോംപ്ലിക്കേഷൻ ഇതാ കേട്ടോ. പേരിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും കുറച്ച് നേരത്തെയൊക്കെ എത്തിയത് കൊണ്ട് അങ്ങ് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു. എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് നീയെ. ഞാനെന്ന് ഉണ്ടാക്കിയിട്ട് ആ പേര് കൊടുക്കും, വൃത്തി കൊടുക്കണമായിരുന്നു. 10 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. 9:40 ആകുമ്പോഴത്തേക്ക് ഗേറ്റിലെത്തിയാൽ മതി. അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ടും ഞങ്ങൾ കൊമേദ കോഫിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എനിക്ക് പൊട്ടിക്കണ്ട. നമുക്ക് ടേസ്റ്റ് അന്നത്തെ ദിവസം തന്നെ സൈചേട്ടനും നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ രാവിലെ അറിഞ്ഞത് കേട്ടോ. ഞങ്ങൾ സൈചേട്ടൻ രണ്ട് ഫ്ലൈറ്റാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ് സൈചേട്ടൻ. എന്നാലും സൈചേട്ടൻ റെഡിയായി എല്ലാം പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. 9:40 ഗേറ്റിൽ എത്തിയാൽ മതിയെന്ന് കണ്ടിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ട് ഭയങ്കര താമസിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സ്ലോ മോഷനിലാണ് ഇറങ്ങിയത്. സൈചേട്ടൻ വിളിച്ച് ഞങ്ങളോട് വേഗം പോ, സെക്യൂരിറ്റി ചെക്കിലൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചു വിടുവാണ്. എല്ലാം കറക്റ്റായിട്ട് നടന്നു. എല്ലാം
അപ്പോൾ ചെറുതായിട്ട് ടെൻഷനായെങ്കിലും സെക്യൂരിറ്റി ചെക്കൊക്കെ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നത് ക്യാത്തെ പസഫിക് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസിലാണ് പോയത്. ഈ പ്രാവശ്യം ഞങ്ങൾ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട് കണ്ണൂരാണ്, കണ്ണൂർ എയർപോർട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും കണ്ണൂർ ഇറങ്ങാൻ സാധിക്കാറില്ലേ. ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി, ഈ 2 ഓപ്ഷനാണുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം ഞങ്ങൾ കണ്ണൂരേക്ക് പോകാൻ. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ നിന്ന് മാറി ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ലഗേജിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ട്രെയിനിലോ അല്ലെങ്കിൽ വണ്ടിക്കോ ഒക്കെയാണ് പോവാറ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഇവിടുന്ന് ഞങ്ങൾ ഹോങ്കോങ്ങിലേക്കാണ് പോകുന്നത്. ഒരു 4 മണിക്കൂറും കൊണ്ട് ഞങ്ങൾ ഹോങ്കോങ്ങിലെത്തും. ഹോങ്കോങ്ങിൽ ഞങ്ങൾ പുറത്തിറങ്ങണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ കാണിച്ചു തരാവേ. ക്യാത്തെ പസഫിക്കിൻ്റെ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. മുമ്പ് റോയൽസ് കല്യാണത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത സമയത്ത് ക്യാത്തയിലായിരുന്നു എടുത്തത്. പക്ഷെ ആ സമയം കൊറോണയൊക്കെ ആയിട്ട് അന്ന് വരാൻ പറ്റിയില്ല. കല്യാണവും മാറ്റി വെച്ചു, ഫ്ലൈറ്റും ക്യാൻസലാക്കി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് ഈ ഫ്ലൈറ്റിലൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ സീറ്റ് അത്ര പുഷ് ബാക്ക് അല്ല, കംഫർട്ടബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡൽഹിയിലേക്കൊക്കെ ഉള്ള ക്യാത്തെ പസഫിക്കിൻ്റെ ഫ്ലൈറ്റിൽ നമ്മൾ ഇന്ത്യൻസ് കയറിയിട്ട് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ മുറുക്കുകയൊക്കെ ചെയ്യൂലേ, മുറുക്കിനകത്തൊക്കെ തുപ്പും, ഒട്ടും വൃത്തിയില്ലാതെയാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യൻസിനെ വലിയ പിടുത്തവും ഇല്ലാന്നും. എന്തായാലും ഇതിൽ നല്ല നീറ്റായിരുന്നു, ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. ഞങ്ങൾ നല്ല റിലാക്സ് ആയിട്ട് സിനിമയൊക്കെ കണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റൈസും ഫിഷൊക്കെ ഉള്ളൊരു സെറ്റാണ് പറഞ്ഞത്. ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല ഫുഡായിരുന്നു. പിന്നെ കുറച്ച് ആകാശ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നാട്ടിലുള്ള ചിലർക്കെങ്കിലും തോന്നാറുണ്ട് ഈ പുറത്തൊക്കെ പോയവർ പിന്നെ നാട്ടിലേക്ക് വരാൻ മടി കാണിക്കും. പക്ഷെ ഞങ്ങളുടെ കേസിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങളുള്ളത് ജപ്പാനിലല്ലേ. ജപ്പാനിൽ വർക്കഹോളിക്കായ ആൾക്കാരല്ലേ ഉള്ളത്. ഇവർക്ക് ലീവൊന്നും വേണ്ട. ഒരു 3 മാസം കൂടുമ്പോൾ ജപ്പാനിൽ ഒരാഴ്ച ലീവുണ്ട്. അതുകൂടാതെ കമ്പനി ഞങ്ങൾക്ക് ഒരാഴ്ച ലീവാണ് തരുന്നത്. അപ്പോൾ മൊത്തം 2 ആഴ്ച. ഈ ഷോർട്ട് വെക്കേഷനിൽ നാട്ടിലേക്ക് വരുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്, പോരാതെ തന്നെ എക്സ്പെൻസീവ് ആണ്. അങ്ങനെ 4 മണിക്കൂറത്തെ നമ്മുടെ ഫ്ലൈറ്റ് യാത്ര ഇതാ ഹോങ്കോങ്ങിലെത്തി അവസാനിച്ചിരിക്കുകയാണ്. ഹോങ്കോങ് ചൈനയുടെ ഒരു പാർട്ടാണ്. നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഹോങ്കോങ്. പക്ഷെ നമുക്കിവിടെ 6 മണിക്കൂർ ട്രാൻസിറ്റ് ടൈം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പയ്യെ പുറത്തിറങ്ങാം. അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻസ് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളേ. ഈ 6 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് അധികമൊന്നും കാണാൻ പറ്റില്ലെന്നറിയാം. എങ്കിലും പറ്റുന്ന പോലെയൊക്കെ കണ്ടു തീർക്കാം. നമ്മൾ അധികം അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടില്ല. നമുക്ക് പുറത്തിറങ്ങിയിട്ട് അന്വേഷിച്ച് പോവാം. കാരണം ഒട്ടും സമയം കളയാനില്ല. കാരണം നമുക്ക് വേഗം ഹോങ്കോങ് കാണാൻ പോകാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണേ.